ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും ചെറിയൊരു മടിയോട് കൂടി ക്ലാസ്സിൽ പോകുന്ന ദിവസമായിരിക്കാം. എൻ്റെ മോൻ അങ്ങനെയാണ് കേട്ടോ. മോൾക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു, ഇപ്പം പിന്നെ ആൾ ഓക്കെയാണ്. എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് അവൾക്ക് അറിയുന്നത് കൊണ്ട് അവൾ ആ ഒരു മടി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മോനെ എല്ലാത്തിനെ പറ്റിയും പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം അവധിയെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിൽ പോവുക എന്ന് പറയുമ്പോൾ ആൾക്ക് ചെറിയൊരു മടിയാണ് കേട്ടോ. നമ്മളെ വിട്ടിട്ട് പോകാനും വയ്യ, പോവാണ്ടിരിക്കാനും വയ്യ. അതാണ് ആളുടെ ഒരു സ്റ്റേജ്. മോള് മദ്രസയിൽ പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മോള് ചെരുപ്പൊന്ന് ജസ്റ്റ് ഇടാൻ വേണ്ടി നോക്കിയ ടൈമിലായതിൽ ഒരു കുഞ്ഞൻ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ഇവരെ കൊണ്ടൊക്കെ ഉള്ള ഒരു കളിയായിരിക്കും. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് ഏറ്റവും അലർജി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു പുഴു എന്ന് പറയുന്നത്. എനിക്ക് അതിനെ കണ്ടു കഴിഞ്ഞാൽ ചൊറിച്ചിൽ തുടങ്ങും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം എൻ്റെ റോസാ ചെടിയുടെ ചുറ്റും നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരാൾക്ക് മടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ആ മടിയുടെ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചൊന്നേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് നമ്മുടെ ലൈഫിൽ മക്കളൊക്കെ വലിപ്പം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണുന്നത് ഒരു ഭംഗിയല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ എല്ലാ പോയിൻറ്റ്സും എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അവന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ മെല്ലെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് ഞാൻ കൊടുക്കാറുള്ളത്. മോള് മദ്രസ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ ഞാൻ മോൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. മോളതും ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവൾ വന്നു കഴിഞ്ഞിട്ടാണ് മുടിയൊന്ന് കെട്ടിയൊക്കെയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അവൾ തിരക്കില്ലാത്ത ദിവസമാണ്, കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ തന്നെ മുടി കെട്ടും. ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മുടി കെട്ടി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ രണ്ടുപേരെയും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല പെരും മഴയായിരുന്നു. ഈ മഴയത്തൊക്കെ എങ്ങനെയാലേ പുറത്തുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കുക. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഒഴിവാക്കി. മക്കളെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ വീട്ടിലെത്തി. വീട്ടിലുള്ള ബാക്കി പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ പൂച്ചക്കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് ഞാൻ വന്ന് നോക്കി. ഞാൻ വിചാരിച്ചു നായകളൊറ്റ വന്നിട്ട് അതിനെന്തോ ചെയ്യാൻ നോക്കുക എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായത്. പക്ഷേങ്കിൽ വന്നപ്പം ഇതാ ഒരു കുരുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റെപ്പിന് താഴെ തന്നെ, നെറ്റിനടിയിലായിട്ട്. അതിനെ എങ്ങോട്ട് പോകാൻ വിടാതെ പൂച്ചക്കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പോയി വലിയ കാര്യത്തിലൊരു വടി എടുത്ത് 3-4 അടി അടിച്ചപ്പോഴത്തെ വടിയുടെ പീസ് 3 പീസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. വടി പൊട്ടിപ്പോയി. അതിന് കാര്യമായിട്ടൊന്നും പറ്റിയതും ഉണ്ടായിരുന്നില്ല. അതിനടിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ ആവുക. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ആരും ഇല്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം പോലെ അതിനിങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ കൊഴുത്ത് നിന്നിട്ട് എങ്ങനെയോ ഞാൻ ഒരു കമ്പിൽ കൊളുത്തി അതിനെ ഒഴിവാക്കാൻ നോക്കിയിട്ടൊന്നും നടക്കണില്ല. ഇതിങ്ങനെ ഊർന്ന് വീണുകൊണ്ടിരിക്കുക. ലാസ്റ്റ് വേറൊരു സാധനം എടുത്തുകൊണ്ട് വന്ന് അതിൽ വെച്ചിട്ട് അതിനെ പുറത്തേക്ക് വെക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓരോ ജീവികളെ നമുക്കിനി കാണാനായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയിട്ട് എൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉമ്മയൊക്കെ ചായ കുടിച്ചു. മക്കളെ പറഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഉമ്മയുടെ ചായ കുടിക്കലുള്ളത്. മക്കളെ പറഞ്ഞയച്ച് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് ഞാനും ഫ്രഷ് ആയി കഴിഞ്ഞാൽ എൻ്റെ പണികൾ ഒരുവിധം കഴിയും. പിന്നെ ഉമ്മൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കുക എന്നുള്ളൊരു വർക്കാണ് കേട്ടോ പിന്നീടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉച്ച ടൈം അല്ലെങ്കിൽ മക്കൾ പോയതിന് ശേഷം മക്കൾ വരുന്നവരെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് അങ്ങനെ കാര്യമായിട്ട് കാണിക്കാൻ മാത്രമുള്ള വീഡിയോസൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴാണ് നമ്മൾ ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഈ ഒരു സ്റ്റിക്കി റൈസ് ഇല്ലേ, മാംഗോ സ്റ്റിക്കി റൈസ്, അതൊന്നും ഉണ്ടാക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി. മക്കൾ വന്നിട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള റൈസൊന്നും അല്ല കേട്ടോ. നമ്മുടെ നോർമലായിട്ട് ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ മേടിക്കുന്ന ആ ഒരു റൈസാണ്. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പറയുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ നമ്മളെടുത്ത സാധനങ്ങളുടെ ഒരു ഡിഫറൻസ് കൊണ്ടും ആയിരിക്കാം തോന്നുന്നത്. എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഡിഷായിട്ട്, ഒരു ഡെസേർട്ടായിട്ട് എനിക്ക് തോന്നി. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് തന്നെ മോന് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മോനെ കൂട്ടാനായിട്ട് റോഡുമലേക്ക് പോയിരുന്നു. പിന്നെ ആളുകളുടെ മുൻപിൽ വെച്ചിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ ചെറിയൊരു മടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ താഴോട്ട് വെച്ചിട്ടുള്ള വീഡിയോസ് മാത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ക്ലാസ് കഴിഞ്ഞ് വരുന്ന ടൈമിന് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു മക്കളെ ക്ലാസ്സിലേക്ക് വിടുമ്പോഴും കൊണ്ടുവരുമ്പോഴൊക്കെ മഴ പെയ്യുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ നമ്മുടെ ആ ഒരു റോഡ് നിങ്ങൾ കണ്ടില്ലേ, അത്രയും മോശമായി കിടക്കുന്ന ആ റോഡിൽ കൂടെ മക്കളെയും കൊണ്ട് അപ്പുറവും ഇപ്പുറവും എത്തിക്കുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് പിടിച്ച കാര്യമാണ്. അതാണ് ഒന്നാമത്തെ ഞാൻ ആ ഒരു ടൈമിന് വീഡിയോസ് എടുക്കാൻ നിൽക്കാത്തത് തന്നെ. പിന്നെ മക്കൾ വന്നു, അവസാനം വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഒന്ന് ജസ്റ്റ് കൈയും കാലും മുഖം മാത്രമേ 3 പേരും കഴിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവസാനം വന്നതുകൊണ്ട് അപ്പോൾ തന്നെ 3 പേർക്ക് കൂടി ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ട് ആ ഒരു ഫിനിഷിങ് ലുക്കിന് വേണ്ടിയിട്ടൊരു ചെറിയ
പ്ലേറ്റിനകത്തായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മക്കൾക്ക് എടുത്ത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് പിന്നീട് ഞാൻ അത് മാറ്റി വലിയൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നന്നായിട്ട് കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ മക്കൾക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചൊക്കെ വെച്ചതായിരുന്നേ. പക്ഷേങ്കിൽ ഞാൻ വീട്ടിലെത്തി എല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മോൾ ആദ്യം തന്നെ കിച്ചണിൽ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അവൾ നോർമലി എല്ലാ ദിവസവും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഫ്രഷ് ആവുന്നതിന് മുൻപ് തന്നെ ഒന്ന് പോയി നോക്കും കേട്ടോ, എന്താ കഴിക്കാനുള്ളതെന്ന്. അതിനുശേഷമേ ഫ്രഷ് ആവാൻ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നുള്ള എൻ്റെ പ്ലാനെല്ലാം ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 3 പേർക്ക് കൂടി വേഗം എടുത്തു കൊടുക്കട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നെങ്കിലും മക്കൾക്ക് 3 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.